പാവാട തൂക്കാൻ തന്നെ വയ്യ. അങ്ങനെ ആ ദിവസവും വന്നു. അതെ, സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പം എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അവ മാത്രമല്ല ശ്രീ. ഞാൻ അനന്തൻ്റെ സൈഡിൽ നിന്നാണ്. അനന്തൻ്റെ കൂടെ കോളേജിൽ പഠിച്ചു. അവനെ കുറെ ഡാൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്സ് ആയത്. അടുത്തതായിട്ട് മധുരം കൊടുക്കൽ ചടങ്ങാണ്. ആർക്ക് വേണമെങ്കിലും പാടാം, പാടിയാടാം. പിന്നെ ഒരു അളിയൻ എന്ന നിലയിലല്ല, ഒരു ചങ്ങായി എന്ന നിലയിൽ സൂപ്പറാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കല്യാണം കഴിഞ്ഞ പോലെയാണ്. ഐ എം സോ ഹാപ്പി. ഇനിയും അവരുടെ ലൈഫ് അതേപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. കിട്ടിയ ഫീലിംഗ് ഞാൻ ഹാപ്പിയാണ്. കരയാൻ പോയതാണ്. And they are so cute together. അവനും ശ്രീയും, they are so good. I wish them very best. ഞാൻ പറഞ്ഞ അനക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അളിയനാണ്, ഇവ കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ അനിയനുമാണ്. എനിക്ക് കിട്ടാൻ പറ്റുന്ന സ്വയം പറയുകയാണ്. എനിക്ക് കിട്ടാൻ മേടിച്ചതല്ലേ ഇങ്ങനെ.
കല്യാണി मिला हरदम तुम्हें बेचैनी ये बेरहमी है तेरी खातिर ही तो दाखिल दिल में हो लगी मेरी कल्याणी. ഒന്നും പറയില്ല. എനിക്ക് ആദ്യമേ മുതലേ എല്ലാം ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും സൂപ്പർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. പിന്നെ എഡിറ്റിംഗ് നിങ്ങളുടെ ബാക്ക് എൻഡ് വർക്ക്സ് എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് നമ്മുടെ എന്താ ഔട്ട്പുട്ടിൽ കാണാനുണ്ട്. അതിനും ഒരുപാട് നന്ദി. ഇത് കാണാൻ വേണ്ടി കോയമ്പത്തൂരിനായിരുന്നു. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ വന്നെങ്കിൽ നിങ്ങളുടെ അത്രയും എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ അത്രയും ഞങ്ങൾക്ക് തരും ഔട്ട്പുട്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് എല്ലാവരോടും കൂടി എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നന്ദന സ്പെഷ്യലി എന്റെ ഗിഫ്റ്റ് ഹാമ്പർ എന്റെ കൈക്ക് കൊണ്ടു തന്ന ആള് നന്ദനയാ. കാരണം നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഓക്കെ പറഞ്ഞു. ഞങ്ങളവിടെ കസോളൂര് വരാം. എല്ലാത്തിനും റെഡിയായിരുന്നു. അവൻ ഞങ്ങൾ ഒരുപാട് കംഫർട്ടബിൾ ആക്കി. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോഴും അവൻ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നു. ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ഒരാൾ വരുമെന്നും പറഞ്ഞ് പേടിക്കണ്ട, എല്ലാം റെഡിയാക്കി തരാന്നുള്ളൊരു കോൺഫിഡൻസ് തന്ന് വന്ന ആളുടെ കാലും പരിക്കായി വന്നോടത്. ഇപ്പൊ വയ്യ, കാലിന് ഒട്ടും നടക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് തന്നെയുള്ള മൂഡിലായിരുന്നു. ആ ആള് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചെങ്കിലും ഇല്ല, ചെയ്യാന്ന് തന്നെ പറഞ്ഞു. രാവിലെ 6 മണിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഋത്തിക്കാനെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് തന്നെ ഋത്തിക്കാണ്. റീടേക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കും. നമ്മള് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് ഫോട്ടോഗ്രാഫർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കല്യാണത്തിന് അത് കണ്ടു. അപ്പൊ ഞാൻ പ്രത്യേകം ആ ഫോട്ടോഗ്രാഫർമാരോട് പറഞ്ഞായിരുന്നു, കല്യാണം നടക്കാൻ പോകുന്നത് റീടേക്ക് ചെയ്യല്, നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിക്കണം എന്ന് പറഞ്ഞു. ഒരു തവണ പോലും അവരെന്നോട് റീടേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓരോ മൊമെന്റും ഒരു വൃത്തിക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് കണ്ടപ്പോഴേക്കും അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നല്ല രസമായിരുന്നു. വെഡിങ് ടൈം ആണെങ്കിലും ഇല്ല, ഇങ്ങനെ ഞാൻ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്. ലൈക്ക് കരയുന്ന എനിക്കറിയാം, ബട്ട് ഇത്ര സന്തോഷമായിട്ട് ആദ്യമായിട്ട് ഞാൻ കരയുന്നത്. ഭയങ്കര ഔട്ടായിരുന്നു, എനിക്ക് അത്ര വയ്യായിരുന്നു. എന്നിട്ട് കൂടി ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് അതിന് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ നടക്കുമ്പോൾ പോലും അവരെന്റെ കൂടെ നടന്നെടുത്ത ഫോട്ടോസും വീഡിയോസും ഇതിൽ കൂടുതൽ. അല്ല ഞാനൊന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ടും അവരത് വൃത്തിക്ക് എന്നെ ശല്യം ചെയ്യാണ്ട് തന്നെ ക്യാപ്ചർ ചെയ്ത് അടിപൊളിയാക്കി തന്നു. അതായത് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു.